ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് സാൽമിയിലുള്ള ബോളിവേഡ് എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പാർക്കിലെ കുറച്ച് കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വൺസ് അഗെയിൻ ഷെബി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ പാർക്കിൽ വന്നപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ക്ലൈമറ്റിൽ, ഈ തണുപ്പൊക്കെ വന്നു തുടങ്ങിയ ഒരു ക്ലൈമറ്റിൽ, നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ സാൽമിയിലുള്ള ബോളിവേഡ് എന്ന് പറയുന്ന ഈ ഒരു പാർക്കിൽ. വളരെ വിശാലമായിട്ടുള്ള, അതിവിശാലമായിട്ടുള്ള ഒരു പാർക്കാണിത്. ഇവിടെ മൊട്ടക്കുന്നുകളുണ്ട്, ചെറിയ ചെറിയ അരുവികളുണ്ട്, പാലങ്ങൾ, ഇരിക്കാനായിട്ടുള്ള ബെഞ്ചുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഒരു വണ്ടടിപ്പിക്കുന്ന ഒരു പാർക്കാണ് ബോളിവേഡ് എന്ന് പറയുന്ന ഈ ഒരു വളരെയധികം വിശാലമായിട്ടുള്ളൊരു പാർക്ക്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 3:30 സമയമായിട്ടുണ്ട്. ചെറിയ കാറ്റും അങ്ങനെയൊക്കെ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, നല്ല ചെറിയ ഈ സൈഡ്, പാർക്കിൻ്റെ സൈഡിലൂടെ ചെറിയ അരുവികൾ പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്, പുല്ലുകൾ, പച്ചപ്പ്, ഇതുപോലുള്ള ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ, പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരു പാലം കണ്ടോ, ഒരു റോപ്പിൻ്റെ പോലത്തെ ഒരു പാലമാണ് ഈ കാണുന്നത്. അത് കണ്ടില്ലേ, മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോഗ്രാഫിയൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഇത്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു സ്ഥലമാണെന്ന് പറയാം ഈ ഒരു പാർക്ക്. നമുക്ക് ഈ പാലത്തിൽ കൂടെ ഒന്ന് കയറി നോക്കാം. കണ്ടില്ലേ, അയ്യോ കണ്ട, ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ നാട്ടിലൊക്കെ വലിയ ഈ റോപ്പിലുള്ള ഈ ചെറിയ റോപ്പിൻ്റെ പാലത്തിൽ കൂടെ നടക്കുന്ന പോലെയുള്ള ഒരു ഫീല്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ മൊട്ടക്കുന്നുകൾ കാണാം. നല്ല വലിയ വലിയ മൊട്ടക്കുന്നുകൾ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊരു ചെറിയൊരു ആൽബം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു നല്ലൊരു പാട്ടിൻ്റെ മനോഹരമായ ഒരു സോങ്ങാണ്. അതിൻ്റെ ചെറിയൊരു പിക്ചറൈസേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാർക്കിൽ വന്നത് കേട്ടോ. നമ്മുടെ പാട്ടിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. ഹായ്, ഷാഫി മക്കാത്തി. എന്താണ് പാട്ടിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? പാട്ടിനെ പറ്റിയിട്ട്, ഞാൻ പാട്ട് കമ്പോസ് ചെയ്ത ആളാണ്. പാട്ട് കേട്ടവരെല്ലാം നല്ല പാട്ടാണെന്നുള്ളത്, അതിൻ്റെ വിഷ്വലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു എന്താ പറയുക, വിഷ്വൽ ചെയ്യാൻ പറ്റിയതും അതുപോലെ ഫാമിലിക്കെല്ലാം വന്ന് വരാൻ പറ്റിയൊരു നല്ലൊരു പാർക്കാണ് സാൽമിയുടെ. അതോട് മിസ് ചെയ്യരുത്. പിന്നെ പാട്ട് ഇറങ്ങുന്നുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ വളരെ വലിയ പാർക്കാട്ടോ അത്. എവിടെ നോക്കിയാലും പുൽത്തകടിയാണ്, പുല്ലിൻ്റെ ഒരു ബഹളമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അരുവികൾ. തൊട്ടടുത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, വലിയ ഗ്രൗണ്ടാണ്, ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട്. തൊട്ടപ്പുറം ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട്. അവൻ്റെ അടുത്തൊരു ഒരു കോഫി ഷോപ്പ് ഉണ്ട്. കണ്ട, ആളുകളൊക്കെ ഒരുപാട് പേര് ഈ സമയത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു പാർക്ക്. ഓടാനും ചാടാനും വാക്കിങ്ങിനും എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്. ഞാൻ പോരാട്ടാ, കണ്ടില്ലേ. നമുക്കിതിൽ അങ്ങോട്ട് നടന്നു നോക്കിയാലോ, കുറച്ച് നേരം നടന്നു നോക്കാം. ഇതിൽ നടന്ന് നമ്മൾ ഈ ചെറിയ തോടിൻ്റെ സൈഡിൽ കൂടെ അരുവി, ഈ ചെറിയ അരുവിയിൽ, നമുക്ക് ഈ അരുവിയിലൊന്ന് കൈയിട്ട് നോക്കിയാലോ. കണ്ടില്ലേ, നല്ല വെള്ളമാണെന്ന് അറിയില്ല. എന്തായാലും കാണാൻ നേരത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളമായിരിക്കും. അയ്യോ, നല്ല മനോഹരമല്ലേ, സൂപ്പർ ലൊക്കേഷൻ. ഇവിടെ ഒരു ചെറിയൊരു പാലം, നടപ്പാലം, മരത്തിൻ്റെ ഒരു പാലം കേട്ടോ, നല്ല മനോഹരം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പോണ്ട്. വാ, കണ്ടില്ലേ,
നല്ല അടിപൊളി ലൊക്കേഷൻ. ആ കാണുന്നത് കോഫി ഷോപ്പാട്ടോ, ചെറിയൊരു കോഫി ഷോപ്പാണ്. അവിടെ ജ്യൂസും കോഫികളും എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ചെറിയൊരു കുളം പോലെ ഉണ്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും വലിയ പാറക്കല്ലുകൾ, ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കുളമാണ്, ഒരു പോണ്ടാണ്. അതിൻ്റെ ഒരു കാഴ്ചകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പുഴവക്കത്തൊക്കെ പോയിട്ടിരിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ? നമുക്ക് ഇവിടെ കുറച്ചേരം ഇരുന്ന് നോക്കാം. രസമാട്ടോ. നിങ്ങൾ ഫ്രീ ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു സമയത്ത്, നല്ല ക്ലൈമറ്റ് അല്ലേ, വന്ന് പോരെ, ഫാമിലിയൊക്കെ ആയിട്ട് പോരെ. വലിയ തിരക്കൊന്നുമില്ല ഈ സമയത്ത്. ഈ മറ്റേ വീക്കെൻഡിലൊക്കെ നല്ല റഷായിരിക്കും ഈ ഒരു ഭാഗത്ത്. പക്ഷേ ഇപ്പോൾ വർക്കിന് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. നല്ല തിരക്ക് കുറവാണ്. നടക്കാനൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ ഒരു കുളത്തിൻ്റെ വ്യൂ നിങ്ങൾ കണ്ടു നോക്കും. അടിപൊളിയാണ്, കിട്ടും. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ഒരു ചാനൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാർക്കിൻ്റെ അതിവിശാലമായിട്ടുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, ഈ ഒരു ഭാഗം നോക്ക്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എവിടെ ചെന്നാലും ഇതുപോലത്തെ ഉരുളൻ കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്, വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇരുന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. ഈ കാണുന്നത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ? തൊട്ടടുത്ത് അപ്പോൾ റോഡാട്ടോ. സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു പാർക്ക്. ഈ ഒരു പാർക്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിക്കൊക്കെ വരുന്ന ആളുകൾ പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഈ മാളിനകത്ത് തന്നെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക പെർമിഷൻ തരും. പക്ഷേ നിങ്ങൾക്ക് വീഡിയോഗ്രാഫിക്ക് പെർമിഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. ഫോട്ടോഗ്രാഫിക്ക് പെർമിഷൻ തരുന്നതാണ്. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. It's so beautiful, you and me. We meant to be in the great outdoors. നല്ല അടിപൊളി ലൊക്കേഷൻ. നമുക്ക് ഇതിലും കൂടെ കുറച്ച് നടന്നു നോക്കിയാലോ? രസമല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. വാവ്, സൂപ്പർ സൂപ്പർ ലൊക്കേഷൻ. ചുറ്റും വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തോട്ടിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന അതേ സൗണ്ട്. സാൽമിയുടെ ഒത്ത നടക്കായിട്ടാണ് ഈ ഒരു ബൊളിവേഡ് എന്ന് പറയുന്നൊരു പാർക്ക് ചെയ്യുന്നത്. ഇതിനോട് ചേർന്നിട്ട് വലിയ ഷോപ്പിംഗ് മാളുണ്ട്, ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകൾ. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ 80% നീക്കി വെച്ചിരിക്കുന്നത് വിനോദത്തിനും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കൊക്കെ
എൻജോയ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ് ഈ ഒരു സാൽമിയ സിറ്റിയിലുള്ള ഈ ബുളിവേഡ് എന്ന് പറയുന്ന ഈ ഒരു പാർക്ക്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നേരത്തെ കാണിച്ച പോലെ തടാകങ്ങൾ, ചെറിയ ചെറിയ അരുവികൾ, കുട്ടികൾ കളിക്കാനായിട്ടുള്ള കളി സാധനങ്ങൾ, ചെറിയ ചെറിയ നടപ്പാതകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, അങ്ങനെ ഇഷ്ടം ഒരുപാട് വൃക്ഷങ്ങൾ, ചെടികൾ, അതൊക്കെ ആയിട്ട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു പാർക്കാണ്. വളരെയധികം ഫാമിലിക്കൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യാനും അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പാർക്കാണിത്. ഒന്നും പറയാനില്ല. ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരാം, അവരുടെ ഈവനിങ് അടിപൊളിയാക്കാം ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ. എന്തായാലും സൂപ്പറാട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെയുള്ള പോണ്ടുകൾ, അതുപോലെ തന്നെ മുട്ടക്കുന്നുകൾ, പുൽത്തകിടുകൾ, ചെറിയ അരുവികൾ, ഇതൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ. പിന്നെ ചുറ്റും കാണുന്ന ഈ ഒരു പച്ചപ്പ് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അതാ പ്രസാദ് ഉണ്ട്, നേരത്തെ നമ്മുടെ അബ്രഹാം, നമ്മുടെ ഷാഫി മക്കാത്തി, പേര് ബെല്ലടിക്കാൻ മറക്കണ്ട. ഇത് നമ്മുടെ ക്യാമറമാൻ കേട്ടോ, ഇതൊരു ക്യാമറമാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ആൽബം അടിപൊളിയൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ട് സൂപ്പർ പാട്ടാണ്, നമ്മൾ ഷാഫിക്ക മ്യൂസിക് ചെയ്ത അടിപൊളി പാട്ടാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ, ഇവിടെ വന്ന കാര്യം നടക്കട്ടെ. അപ്പോൾ ഈ പാർക്കൊക്കെ നിങ്ങൾ ചുറ്റിയടിച്ച് കാണണം കേട്ടോ, മനോഹരമായ പാർക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഒന്നുകൂടെ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു, ബൈ.